മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന വിചിത്ര മറുപടിയുമായി ദേവസ്വം ബോർഡ്. ഹൈക്കോടതി ഉത്തരവിന്റെ മറവിലാണ് ദേവസ്വം ബോർഡിന്റെ ഈ ഒളിച്ചുകളി. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഈ ദേവസ്വം ബോർഡിന് മറുപടിയില്ല. ജനം ബ്രേക്കിംഗ്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വൻ കൊള്ളയും അഴിമതിയും അനധികൃത നിയമനവുമടക്കം കേരളം ചർച്ച ചെയ്യുമ്പോഴും ക്ഷേത്ര വിവരങ്ങൾ മറച്ചുവെക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകുന്നില്ല. ഹൈക്കോടതിയുടെ 30/470/2008/13 ഉത്തരവ് തീയതി 11/3/2011 പ്രകാരം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണെന്നും ക്ഷേത്രങ്ങളിൽ ലഭ്യമായ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അനുവദിച്ചു നൽകാൻ നിർവാഹമില്ലെന്നുമാണ് ലഭിക്കുന്ന മറുപടി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലപ്പുറം ജില്ലയിലെ ശ്രീ കാടാമൂഴ് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ ഭക്തർ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ വരവ് ചിലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സ്ഥിര നിക്ഷേപം, അവ ഏതൊക്കെ ബാങ്കിൽ, ക്ഷേത്രം നിയമിച്ച സ്ഥിരം ജീവനക്കാരുടെയും താൽക്കാലിക ജീവനക്കാരുടെയും വിവരങ്ങൾ, ദൈനംദിന ചിലവുകൾ, ക്ഷേത്രത്തിന് കീഴിലെ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം വിവരാവകാശ നിയമപ്രകാരം ഭക്തർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നിനും മറുപടി നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ലെന്നും മേൽ വിവരങ്ങൾ ക്ഷേത്രത്തിൽ ലഭ്യമാണെന്നും എന്നാൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അത് നൽകാനാവില്ലെന്നുമായിരുന്നു മറുപടി. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിലെ വിവരങ്ങൾ പോലും ഭക്തർക്ക് ലഭിക്കാനാകാത്ത സാഹചര്യം. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അഴിമതിയും കൊള്ളയും ഇതുവഴി മറച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.